അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കഴിയാം. കുട്ടിച്ചാച്ചെന്ന് ചോദിക്ക്. എന്താണ്? ഒന്നല്ല ചുമ്മാ പറ. ഇല്ലട്ടാ, കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ വെറുതെ പിടിച്ചാ മതിയോ? രാവിലെ വോട്ട് രേഖപ്പെടുത്താറുണ്ട്, പരമാവധി നേരത്തെ ഒന്ന് വോട്ട് ചെയ്യാറുണ്ട്. എല്ലാം ചടപടേന്നായിരുന്നു. പരമാവധി നേരത്തെ വരുന്നത് സ്വാർത്ഥ താല്പര്യമാണ്. ചേട്ടൻ എന്തോ പറയണോന്ന് അർദ്ധോക്തിയിൽ വിരമിക്കണ്ട, പൂർണ്ണമാക്കിക്കോളൂ. ഇന്നലത്തെ കോടതി ഉത്തരവിലൂടെ നടിക്ക് നീതി കിട്ടിയെന്ന് കരുതുന്നുണ്ടോ? മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണോ? കോടതി ഉത്തരവ് ഞാൻ വായിച്ചിട്ടില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. അതെങ്ങനെ? ദിലീപിനെ കുറിച്ച് കോടതി പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളിയല്ല എന്നല്ലേ? ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്തിന് അവർ സംസാരിക്കുന്ന കണ്ടില്ലേ? അത് തെളി വലിയ ആക്ഷേപമാണ് പറയുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ. ആർക്കാ ആക്ഷേപമുള്ളത്? സംഘടനകൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഏത് സംഘടനകളാ? WCC. പ്രതീക്ഷിക്കാത്തത് കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പരിഭവവും പ്രതിഷേധവും ആക്ഷേപവും ഒക്കെ ഉണ്ടായിന്ന് വരും. ഈ മഞ്ജു വാര്യരുടെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഒരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നതെന്നാണ് ദിലീപ് പറയുന്നത്. അതിന് ഉത്തരം പറയേണ്ടത് ദിലീപോ മഞ്ജു വാര്യരോണ്, രഞ്ജി പണിക്കരല്ല. പറയുന്നേ ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അല്ല, ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്ന് ദിലീപും പറയുന്നില്ലേ? നിങ്ങൾ അത് കേട്ടില്ലേ? നിങ്ങൾ ഒരു ചെവിയിലൂടെ കേൾക്കുന്ന ആളുകളാണ്. ആദ്യം സംഭവിച്ചത് ഈ ഒരു സംഭവമാണല്ലോ, റേപ്പാണല്ലോ സംഭവിച്ചത്. അല്ല, അതുകൊണ്ട് അതാ പറഞ്ഞത്, മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ ഉത്തരം മഞ്ജു വാര്യർ പറയണം. സംഘം ഒന്നുമില്ലാതെ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് പൊതുസമൂഹം. അല്ല, ശിക്ഷിക്കപ്പെട്ടതാരാ? 6 പേര് അവരേത് സംഘത്തിൽപ്പെട്ട ആളുകളാ? അവരുടെ ഗൂഢാലോചന അവർ തന്നെ ആകണം. ഇതിന്റെ അകത്തൊരു കോൺസ്പിറസി എന്ന് പറയുന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കോടതിയുടെ വിധി ശ്രദ്ധിച്ച ആളുകളല്ലേ? ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല, ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ എന്താ കരുതുന്നത്? അല്ല, കുറ്റവാളികളെ അല്ലേ ശിക്ഷിച്ചത്? പുറത്തുനിന്ന് ആരെങ്കിലും ആണോ? അല്ല, അയാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അയാൾക്കെതിരെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ കോൺസ്പിറസി നടത്തിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് കുരുട്ടുബുദ്ധിയുടെയും പൊങ്ങച്ചത്തിന്റെ ലോകമാണ്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ഒന്ന് ആവണം. നമ്മുടെ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കള്ളത്തെളിവുണ്ടാക്കിയ കേസുകൾ ഉണ്ടായിട്ടില്ലേ? വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ജുഡീഷ്യറി ആരാ സംശയിക്കുന്നത്? നിങ്ങളാണോ? അയ്യോ, ഞാനോ? മനസ്സാ, വാചാ, കർമ്മണാ. മാധ്യമങ്ങൾ സംശയത്തിന്റെ നേരിലല്ലേ ഈ കാര്യത്തില്? മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച എത്രയോ കഥകൾ കോടതികൾ പിൽക്കാലങ്ങളിൽ തള്ളിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഇക്കാര്യങ്ങളിൽ ഒരു അജണ്ട ഇല്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ? നിങ്ങൾ മാധ്യമങ്ങൾ മാത്രം പരിശുദ്ധരായ ആളുകളാണ്, നിങ്ങൾക്ക് ഒരു കേസിലും ഒരു അജണ്ടയും ഇല്ല എന്ന് എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. നിങ്ങൾ പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ബുദ്ധിയുള്ള ജനങ്ങൾ വിശ്വസിക്കുമോ? നിർത്തി അവമാനിക്കുവാണ്. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന ഒരു കഥയുണ്ട്, അതിനെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും ചെയ്യും. ശരിയല്ലേ? വളരെ ശരിയാണ്. ദിലീപിനെതിരായ ഗൂഢാലോചനയിൽ പങ്കെടുത്തു, അതിൽ പങ്കാളിയായി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞോ? എനിക്ക് ഈ കാര്യത്തിൽ ആരോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. അല്ല, അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നടി ഗൂഢാലോചന നടത്തിയോന്ന്? എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ, പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. നിങ്ങൾ നടിയോട് ചോദിച്ചോ? ചോദ്യത്തിന്റെ മുകളിൽ ചോദ്യം ചോദിക്കുന്നു, നീ കൊള്ളാല്ല. നിങ്ങൾക്ക് ഇതിലൊരു വലിയ നിരാശയുണ്ടല്ലേ? നിങ്ങൾക്ക് ഇതിലൊരു വലിയ നിരാശയുണ്ടല്ലേ? അല്ല, നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശയുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല.
മെമ്മറി കാർഡ് ടാമ്പറിംഗുമായിട്ട് ബന്ധപ്പെട്ട് മേൽക്കോടതികൾ എന്താ നിലപാടെടുത്തത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. അപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാ കോടതികളും കള്ളം പറഞ്ഞു എന്നാണോ? ഇങ്ങനെ മനപ്പായസം കുടിച്ച് വയറ് വീർപ്പിക്കരുത്. അപ്പൊ നിങ്ങൾ പറയുന്ന എല്ലാ കോടതികളും കള്ളം പറഞ്ഞു എന്നാണോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ജുഡീഷ്യറി ഹൈക്കോടതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ സംശയമുനയിലാണോ? നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞു. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ. ഹലോ, ഹൈക്കോടതി അതിൽ എന്ത് നിലപാടെടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൺട്രോൾ കൺട്രോൾ. ഈ കേസിൽ ഒരു സെഷൻസ് കോടതി വിധിയിൽ അവസാനിക്കും എന്ന് കരുതാൻ ഞാനോ നിങ്ങളോ അത്ര മണ്ടന്മാരൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും ഹൈക്കോടതിയിലേക്ക് പോകും. അതിനപ്പുറത്തേക്ക് അപെക്സ് കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ? വരട്ടെ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. This program is sponsored by